നമ്മൾ തന്നെ ഒരു ചെറിയൊരു ചിക്കൻ കറി സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണ ഇതാണ് കേട്ടോ. ചെറിയൊരു കോഴിയാണ് കിട്ടിയിട്ടുള്ള 2 കിലോൻ്റെ അടുത്തുള്ള ഒരു കോഴിയാണ് വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം അത് 2-3 വട്ടമൊക്കെ കഴുകി വൃത്തിയാക്കി ഈ അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഇട്ടാൽ നല്ലവണ്ണം നമുക്ക് ആവശ്യമാവണം നേരത്തെ ആകുമ്പോഴേക്കും നമുക്കത് വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വെച്ചിട്ട് എന്താ വെച്ചാൽ കൈക്കൊക്കെ വേദനയുള്ള കാരണം അധികം ഇങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല, ഇളക്കാനൊന്നേ. അപ്പോൾ ഇത് ഇങ്ങനെ പരട്ടി വയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ വീട്ടിൽ എപ്പോഴും വയ്ക്കണത്. അതിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെറിയൊരു കോഴിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കിയിട്ട് ഈ കവറ് കഴുകേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറ് കഴുകി നമ്മൾ ഇത് ഇങ്ങനെ വൃത്തിയായി കൈയോടെ തന്നെ കഴുകി നമ്മളത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ടൈലുകൾ. ഈ നമ്മുടെ പാത്രം കഴുകണ സ്ഥലത്ത് ആ ടൈലുമ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുത്താലല്ലേ 2 ദിവസം ആകുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ വാർന്ന് കിട്ടും. ഈ ഹരിതകർമ്മസേന വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവ കഴുകി വെള്ളം വാർന്ന കവറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ചെറിയ കവറുകൾ നിങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതേ ഇരിക്കണമെന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും എടുത്ത് അത് മിക്സിയിലിട്ട് അരച്ചെടുത്തു. ഇനി അടുത്തതായി ഈ അലുമിനിയത്തിൻ്റെ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടും. അതൊന്ന് ഇങ്ങനെ നമ്മൾ കളറൊക്കെ മാറി ചെറുതായിട്ട് വല്ലാണ്ട് കളറൊന്നും ഞാൻ മാറ്റില്ല. അപ്പം അങ്ങനെ ചെറുതായി കളറൊക്കെ മാറി വരണ നേരത്ത് നമ്മൾ ഈ 2 കതിര് വേപ്പിലിട്ടു. നല്ല മണമുള്ള വേപ്പിലായിട്ട് നമ്മുടെ വീട്ടിലിട്ട അത് നമ്മൾ പുറമൊന്ന് മേടിക്കണതൊന്നല്ല. അതിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ നമ്മളിത് തീയൊന്ന് കുറച്ച് ലേശം ഈ അലുമിനിയത്തിൻ്റെ ഉരുളിയെ തീയൊന്ന് കുറച്ച് വെച്ച് ഇത്തിരി ഈ മഞ്ഞപ്പൊടി ഇട്ടുക. കുറച്ച് തന്നെ ഇടുള്ളൂ കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു. ഈ മസാല ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നത്. അതിട്ട് കഴിഞ്ഞ് കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നത് ഒരു സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ് 2 ചെറിയ സ്പൂൺ ഇട്ടു. അതിലേക്ക് ഒന്നും കൂടി ഇത് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ബ്രൗൺ കളറാകുമ്പോഴാണ് ഞാൻ അതിലേക്ക് പിന്നെ ഇടുള്ളൂ. ഇപ്പോൾ ഇടുന്നത് മുളക് പൊടിയാണ്. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇത്തിരി എരിവ് കൂടും. അപ്പം ഞങ്ങൾ ഈ നോണൊക്കെ വെക്കുമ്പോൾ എരിവ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഇത്തിരി എരിവൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുക. ഇപ്പം അതിൻ്റെ ഞാൻ ചിക്കൻ മസാലയാണ് ഇടാൻ പോണത്. ആ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം അല്ലാതെ ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കണം ഇറച്ചി ഇടുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് നല്ലോണം ഒന്ന് മാറി കിട്ടണം. നല്ല മൂത്ത പോലത്തെ ഒരു കളറായി കിട്ടണം. അതിലേക്ക് നമ്മൾ ഈ ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ ഇറച്ചി വെറുതെ ഇങ്ങനെ വാരി വെള്ളം വാർത്തി ഇടണുള്ളൂ കേട്ടോ. വേറെ ഇറച്ചിയിൽ വേറെ സാധനങ്ങളൊന്നും പരത്തി വെക്കണമൊന്നുമില്ല. അതിട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടും. ഉപ്പ് ഇടുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. കുറഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് വീണ്ടും ഇടാം. കൂടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പ് ഇടാനായിട്ട് ഉപ്പ് എടുക്കാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളതൊക്കെ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇറച്ചിയുമായിട്ട് ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കണം. ഉപ്പ് ഞാൻ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഉപ്പ് ഇടാം. അപ്പോൾ അതേ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അത് ഇങ്ങനെ തീ. അപ്പോൾ അത് ആ നേരമാകുമ്പോൾ ഞാൻ തീ കൂട്ടി വയ്ക്കും. ഇത് യോജിപ്പിച്ച് കഴിയുമ്പോഴാണ് തീ കൂട്ടി വെച്ചിട്ട് അത് അടച്ച് വയ്ക്കും. നല്ല ടൈറ്റ് അതിൻ്റെ മൂടി വെച്ചിട്ട് അത് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു എന്താ പറയുക 2 മിനിറ്റ് പോലും 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ നമ്മൾ ഇട്ടിട്ടുള്ള മസാല സാധനങ്ങളൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും അല്ല. തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ തീരെ വെള്ളം ഒഴിക്കാത്ത ഇറച്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ഇറച്ചിന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഇറച്ചിന്ന്
തിരിച്ച വെള്ളമൊക്കെ വരും എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സബോള ഇടുന്നു. ആ സബോളയിലൊരു 2 ചെറിയ പച്ചമുളക് ഇടും. എൻ്റെ മോന് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കാരണം അത് ഞാൻ മുൻകൂട്ടിയിട്ട് പച്ചമുളക് ഇടും. അത് വെച്ചാൽ അവനെന്തിൻ്റെയും ടേസ്റ്റുകൾ വേഗം മനസ്സിലാവേ. പച്ചമുളകിൻ്റെ കുത്ത് വന്ന ആൾക്ക് ഇഷ്ടമല്ല. ഇത് വെറുതെ ഇങ്ങനെ അത് യോജിപ്പിച്ച് വെച്ച് അടച്ചു വെച്ചു. ഇനി അതൊരു ഇതുപോലെ തന്നെ 1 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കൊടുക്കുന്നതിൽ അപ്പോൾ സബോള ഒന്ന് വാടിയിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സബോള ചെറുതായിട്ട് വാടിയില്ലെങ്കിൽ നമ്മൾക്കത് ഒരു മധുരം പോലെ വരും. സബോള ചെറുതായിട്ട് വാടി കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ വീണ്ടും ഇളക്കി വീണ്ടും ഒന്നും കൂടി അടച്ചു വയ്ക്കണം. അത് കഴിഞ്ഞ് വീണ്ടും 1 മിനിറ്റൊക്കെ ആയിട്ടാണ് ഇത് ഞാൻ ആക്കണുള്ളൂ. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ വേറെ വേറെ പാത്രങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് അലുമിനിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പോൾ ഇതേ വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഇറച്ചിയിലൊക്കെ പിടിച്ച് സബോള ഒരുവിധം വാടി വന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കണം തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾക്കത് ചേർത്ത് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇതേ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് അതിലേക്ക് യോജിപ്പിച്ചിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഈ സബോളയൊക്കെ വഴഞ്ഞ് വന്ന പോലെ ഈ തക്കാളി വഴഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയതാക്കി വീണ്ടും എടുത്തു. അത് തുറന്ന് നോക്കി വല്ലാതെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 2-3 മിനിറ്റ് നമുക്കതൊന്ന് ചെറിയ തീയിൽ വേവിച്ച് എടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇറച്ചി നല്ലോണം വെന്ത് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. ഇറച്ചിയൊക്കെ വെന്തുണ്ട് കണ്ടില്ലേ, ഇപ്പോൾ അതൊക്കെ വെന്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത്തിരിയും കൂടി വേവ് വേണം. അപ്പം ഞാൻ ഇത്തിരിയും കൂടി തീ കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഇട്ട് അടച്ച് വെക്കും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ചിക്കൻ കറി. നമ്മുടെ വീട്ടിൽ സാധാരണയായി വെക്കണ ചിക്കൻ കറിയാണ് ഇത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രയാസമില്ലാണ്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്, ഇളക്കാനും ഇതിനൊന്നും നിൽക്കാണ്ടേ.